ഹലോ എവ്രി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഒക്കെ പറഞ്ഞായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്. ആരായിരുന്നു ഗ്യാസസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ബ്ലഡ് ആണ്. ദെൻ അതിനകത്ത് മെയിൻ ആയിട്ട് ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ ആണ് നമ്മുടെ ഗ്യാസസിനെയൊക്കെ എന്ത് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകുന്നത് അല്ലേ? അത് നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് ബ്ലഡ് ഓക്സിജൻ അൽവിയോളയിൽ നിന്നും എവിടേക്ക് കൊണ്ടുപോകുന്നു? ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകും അല്ലേ? അതായത് ഡിഫറെന്റ് ബോഡി പാർട്സിലുള്ള സെൽസിലേക്ക് എന്തെത്തണം? ഓക്സിജൻ എത്തണം. എത്തിയെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? എനർജി പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ അല്ലേ? അതായത് ഓക്സിജന്റെ സഹായത്തോടു കൂടി ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശ ശ്വസനം എന്ന് പറയും. അതായത് റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരുന്നു? ഗ്യാസസ് ഉള്ളിലേക്ക് എടുക്കുക, ആ ഗ്യാസസ് ബ്ലഡിലൂടെ എവിടേക്ക് എത്തുന്നു? ഡിഫറെന്റ് ബോഡി പാർട്സിലേക്ക് എത്തുന്നു. ആ ബോഡി പാർട്സിലുള്ള സെൽസിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? എനർജി പ്രൊഡക്ഷൻ നടക്കുന്നത് അല്ലേ? ആ എനർജി പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണമായിരുന്നു? ഗ്ലൂക്കോസ് വേണമായിരുന്നു, അതുപോലെ തന്നെ ഓക്സിജനും വേണമായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓക്സിജന്റെ സഹായത്തോടു കൂടി ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ നടത്തിയിട്ട് അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് എനർജി റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഊർജ്ജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ. അപ്പൊ ഈ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശ ശ്വസനം എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ സെൽസ് അല്ലെങ്കിൽ കോശങ്ങളിലാണ്. അപ്പൊ ഈ സെല്ലുലാർ റെസ്പിറേഷന് രണ്ട് സ്റ്റെപ്സ് അല്ലെങ്കിൽ രണ്ട് ഘട്ടങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ്, രണ്ട് ക്രെബ്സ് സൈക്കിൾ. അപ്പൊ ഇങ്ങനെ ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ. എന്താണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സെല്ലിൽ വെച്ചിട്ട് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ. അതിന് എന്ത് ആവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. ആ ഓക്സിജനെ ബ്ലഡ് എവിടേക്ക് എത്തിച്ചിട്ടുണ്ട്? സെല്ലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സെല്ലിൽ വെച്ചിട്ട് എന്ത് നടക്കും? ഗ്ലൂക്കോസിനെ ഓക്സിജൻ വിഘടിപ്പിച്ച് എനർജി റിലീസ് ചെയ്യും അല്ലെ? ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ. ഈ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശ ശ്വസനത്തിന് രണ്ട് ഫേസസ്, രണ്ട് ഘട്ടങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ഗ്ലൈക്കോളിസിസ്, സെക്കൻഡ് വൺ ക്രെബ്സ് സൈക്കിൾ. അപ്പൊ ഇതിനകത്തിലെ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് നടക്കുന്നത് സെല്ലിനകത്തിലെ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യത്തിലാണ്. അപ്പൊ ഫസ്റ്റ് ഫേസ് ആണ് ഏതെന്ന് പറയുന്നത്? ഗ്ലൈക്കോളിസിസ്. അത് നടക്കുന്നത് ടേക്സ് പ്ലേസ് ഇൻ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം. ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നതിന് ഓക്സിജൻ ആവശ്യമില്ല. അതായത് ഫസ്റ്റ് ഫേസിന് എന്ത് ആവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ ഈ സ്റ്റെപ്പില് നമ്മുടെ ഗ്ലൂക്കോസ്, അതായത് നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ള ഗ്ലൂക്കോസ് സെൽസിൽ ചെന്നിട്ടുണ്ടല്ലേ? ആ ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്ന ഘട്ടമാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലൈക്കോളിസിസ്. അപ്പം ഗ്ലൂക്കോസിന് പകുതി വിഘടനം സംഭവിച്ചിട്ട് എന്തുണ്ടാകുന്നു? പൈറൂവിക് ആസിഡ് ഉണ്ടാകുന്നു അല്ലെ? അപ്പൊ ഗ്ലൂക്കോസിന് പകുതി വിഘടനം സംഭവിച്ചിട്ട് പൈറൂവിക് ആസിഡ് ഉണ്ടാകുന്ന സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലൈക്കോളിസിസ്. ഇനി അതുപോലെ തന്നെ ഈ പ്രോസസ്സിൽ 2 ATP മോളിക്യൂൾസ് ആർ ഫോംഡ്. അതായത് 2 ATP മോളിക്യൂൾ ഫോം ചെയ്യുന്നുണ്ട്. എന്താണ് ATP എന്ന് പറഞ്ഞാൽ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അല്ലേ? അതായത് നമ്മുടെ എനർജി സ്റ്റോറേജ് ഫോം ആണ് എന്ന് പറയുന്നത് ATP. അപ്പൊ ഇവിടെ ഗ്ലൈക്കോളിസിസിന്റെ ഫലമായിട്ട് എത്ര ATP ഉണ്ടായി? 2 ATP മോളിക്യൂൾസ് ഉണ്ടായി. അപ്പൊ എന്തൊക്കെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ സൈറ്റോപ്ലാസം. ഇറ്റ് ഡു നോട്ട് റിക്വയർസ് ഓക്സിജൻ. അതായത് ഇതിന് എന്ത് ആവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ ഇതിനകത്തിൽ അതായത് ഗ്ലൈക്കോളിസിസ് നടക്കുമ്പോൾ സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്തായിട്ട് മാറുന്നു? പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു. 2 ATP മോളിക്യൂൾസ് ആർ ഫോംഡ്. 2 ATP മോളിക്യൂൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത്? ക്രെബ്സ് സൈക്കിൾ. അപ്പൊ ഈ ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ്സ് പരിവൃത്തി എന്ന് പറയുന്നത് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു സെൽ ഓർഗനലാണ് ഏതെന്ന് പറയുന്ന മൈറ്റോകോൺട്രിയ. ഇതിനെ വിളിക്കുന്നത് പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നാണ് ഇല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? എനർജി ഫോർമേഷൻ ഒക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ സെല്ലുലാർ റെസ്പിറേഷന്റെ സെക്കൻഡ് സ്റ്റെപ്പായ ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഇറ്റ് റിക്വയർസ് ഓക്സിജൻ. ഇതിന് എന്ത് ആവശ്യമുണ്ട്? ഓക്സിജൻ ആവശ്യമുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ ഘട്ടത്തില് ഇപ്പം ഗ്ലൈക്കോളിസിസിൽ ഉണ്ടായ പൈറൂവിക് ആസിഡ്, ആ പൈറൂവിക് ആസിഡ് മൈറ്റോകോൺട്രിയയിലേക്ക് എത്തും. അവിടെ വെച്ചിട്ട് ആ പൈറൂവിക് ആസിഡിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ചിട്ട് 28 ATP മോളിക്യൂൾസ് ഫോം ചെയ്യും. അതായത് 28 ATP ഫോം ചെയ്യും. ദെൻ അതിന്റെ കൂടെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ബൈ പ്രൊഡക്ട്സ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പാണ് ഏതെന്ന് പറയുന്നത്? ക്രെബ്സ് സൈക്കിൾ. അപ്പൊ അത് നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ആ സ്റ്റെപ്പിന് ഓക്സിജൻ ആവശ്യമുണ്ട്. ദെൻ പൈറൂവിക് ആസിഡ് എന്തൊക്കെയായിട്ട് വിഘടിക്കുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആകുന്നു. അതിന്റെ കൂടെ എത്ര ATP മോളിക്യൂൾസ് ഫോം ചെയ്യും? 28 ATP മോളിക്യൂൾസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുമ്പോൾ മൊത്തത്തിൽ എത്ര ATP ഫോം ചെയ്യുന്നുണ്ട്? ഗ്ലൈക്കോളിസിസിൽ 2 ATP ഉണ്ട്.
ദെൻ ക്രെബ്സ് സൈക്കിളിലാണെങ്കിൽ 28. അങ്ങനെ മൊത്തം എത്ര ATP ആണ്? 30 ATP ഫോം ചെയ്യുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഇക്വേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ, അതായത് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ നടക്കുന്നു. എന്തിന്റെ പ്രസൻസിലാണ്? ഓക്സിജന്റെ പ്രസൻസിലാണ്. ഇനി അതുപോലെ തന്നെ ഇതിന് എൻസൈംസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ നടന്ന് എന്തൊക്കെ ഫോം ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. അതിന്റെ കൂടെ എത്ര ATP മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്? 30 ATP മോളിക്യൂൾസും ഫോം ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശശ്വസനം. അപ്പൊ ഈ സെല്ലുലാർ റെസ്പിറേഷൻ നടക്കുന്നതിലൂടെയാണ് എന്ത് ഫോം ചെയ്യുന്നത്? എനർജി ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നത്, അതായത് അതിനെക്കുറിച്ച് നന്നായി പഠനം നടത്തി കണ്ടുപിടിച്ച ആളാണ് ആരെന്ന് പറയുന്നത്? ഹാൻസ് അഡോൾഫ് ക്രെബ്സ്. അതുകൊണ്ടാണ് അതിന് എന്ത് പേര് വന്നത്? ക്രെബ്സ് സൈക്കിൾ എന്ന് പേര് വന്നത്. അതുപോലെ തന്നെ ഈ പഠനത്തിന് അദ്ദേഹത്തിന് 1953 മെഡിസിനുള്ള നോബൽ പ്രൈസ് കിട്ടി. അപ്പൊ ഈ ക്രെബ്സ് സൈക്കിളിനെ കുറിച്ചുള്ള പഠനങ്ങളെല്ലാം നടത്തിയ ആളാണ് ആരെന്ന് പറയുന്നത്? ഹാൻസ് അഡോൾഫ് ക്രെബ്സ്. അതുകൊണ്ടാണ് ക്രെബ്സ് സൈക്കിളിന് ഏത് പേര് വന്നത്? അദ്ദേഹത്തിന്റെ പേരോട് ചേർത്ത് അത് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഏതിനെ കുറിച്ച് പറയാനുള്ളത്? സെല്ലുലാർ റെസ്പിറേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനർജി ഫോം ചെയ്യുന്ന പ്രോസസ് ആണ്. ഓക്സിജന്റെ പ്രസൻസിൽ ഗ്ലൂക്കോസിന് ബ്രേക്ക് ഡൗൺ സംഭവിച്ച് എനർജി ഫോം ചെയ്യുന്നു. ബൈ പ്രൊഡക്ട്സ് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു. ഇതിന്റെ രണ്ട് ഫേസസ് ഉണ്ട്, ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ്സ് സൈക്കിൾ. ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് സെല്ലുലാർ റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. Glycolysis takes place in cytoplasm and Krebs cycle takes place in mitochondria. Glycolysis do not requires oxygen. Glycolysis എന്ത് ആവശ്യമില്ല? ഓക്സിജൻ ആവശ്യമില്ല. Krebs cycle requires oxygen. Krebs cycle ന് ഓക്സിജൻ ആവശ്യമുണ്ട്. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ നടന്ന് എന്തായിട്ട് മാറുന്നു? പൈറുവിക് ആസിഡ് ആയിട്ട് മാറുന്നു. ഇനി ക്രെബ്സ് സൈക്കിളിൽ ആ പൈറുവിക് ആസിഡിന് വിഘടനം സംഭവിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാകുന്നു. ഇനി ഗ്ലൈക്കോളിസിസിൽ 2 ATP മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു. ക്രെബ്സ് സൈക്കിളിൽ 28 ATP മോളിക്യൂൾസും ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഈ റെസ്പിറേഷൻ അല്ലെ, റെസ്പിറേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും. ഇനി പ്രോഡക്ട്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ATP ഉണ്ട്, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ATP ആണ്. അപ്പൊ ഇതിനകത്തില് ഈ 30 ATP എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റീസ് നടക്കാനുള്ള എനർജിക്കായിട്ട് യൂസ് ചെയ്യും അല്ലെ. ATP മോളിക്യൂൾസ് ആണ് എനർജി സോഴ്സ്. അപ്പൊ നമ്മുടെ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് നടക്കാനായിട്ട് ആ എനർജി യൂസ് ചെയ്യുന്നു. ഇനി കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ബൈ പ്രൊഡക്ട്സ് ആണ്, അത് നമുക്ക് ആവശ്യമില്ല. അതെന്ന് പറയുന്നത് നമ്മുടെ എയറിലൂടെ, അതായത് നമ്മൾ എക്സ്പ്രേഷൻ നടത്തുമ്പോൾ, അതായത് എയർ പുറത്തേക്ക് വിടുമ്പോൾ അത് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇനി ഈ പ്രോസസ്സ്, അതായത് ഈ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഫോട്ടോസിന്തസിസിന് ഓപ്പോസിറ്റ് ആണ് അല്ലേ. അതായത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഫോട്ടോസിന്തസിസിന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെയായിരുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഇല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ആണ് ഏതൊക്കെ? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. അപ്പം റെസ്പിറേഷനിൽ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസും ഓക്സിജനും ഫോട്ടോസിന്തസിസിലും ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഫോട്ടോസിന്തസിസിൽ ഉണ്ടാകുന്ന പ്രോഡക്ട്സ് റെസ്പിറേഷന് യൂസ് ചെയ്യുന്നു. ഇനി റെസ്പിറേഷനിൽ ഉണ്ടാകുന്ന പ്രോഡക്ട്സ് ഏതിന് യൂസ് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് രണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്ഷൻസ് ആണ് അല്ലെ. ഇനി ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിലാണ് നടക്കുന്നത്. അത് ഫുഡിന്റെ പ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ പ്രൊഡക്ഷൻ ആണ്. ഇനി ഇവിടെ എന്ന് പറയുമ്പോൾ റെസ്പിറേഷനിൽ ഗ്ലൂക്കോസ് എന്ത് ചെയ്യാണ്? യൂട്ടിലൈസ് ചെയ്യാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുകയാണ്. ഇനി ഫോട്ടോസിന്തസിസിന് 2 ഫേസസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും ഇല്ലേ. അതുപോലെ തന്നെ സെല്ലുലാർ റെസ്പിറേഷന് 2 ഫേസസ് ഉണ്ട്, ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രെബ്സ് സൈക്കിൾ. അപ്പൊ ഒന്നിനകത്തില് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഫോം ചെയ്യും. ഫോട്ടോസിന്തസിസിലാണെങ്കിൽ ഗ്ലൂക്കോസും ഓക്സിജനും ഫോം ചെയ്യും. റെസ്പിറേഷനിലാണെങ്കിൽ ഗ്ലൂക്കോസും ഓക്സിജനും യൂട്ടിലൈസ് ചെയ്യും. ഇനി റെസ്പിറേഷനിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യും. ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും യൂസ് ചെയ്യും. അപ്പൊ ജീവജാലങ്ങളിലൊക്കെ നടക്കുന്ന 2 മെറ്റാബോളിക് ആക്ടിവിറ്റീസിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും. അപ്പൊ അത്രേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയാം, സെല്ലുലാർ റെസ്പിറേഷനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മുടെ എനർജി ഫോർമേഷൻ ഒക്കെ നടന്നു. ആ എനർജി ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡിയിലെ ആക്ടിവിറ്റീസ് എല്ലാം നടക്കും. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഹീമോഗ്ലോബിനെ കുറിച്ചാണ് അല്ലേ. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് RBCക്ക് റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ്. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോട്ടീൻ, അതായത് ഇതൊരു പ്രോട്ടീൻ ആണ്. ഇനി ഈ പ്രോട്ടീനോടൊപ്പം തന്നെ ഹീം അല്ലെങ്കിൽ അയണും കൂടി ചേർന്ന് വരും. അപ്പം ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീനോടൊപ്പം എന്തും കൂടി ചേർന്ന് വരുന്നു? ഹീം. ഹീം എന്ന് പറഞ്ഞാൽ അയൺ എന്നാണ്. ഇനി ഒരു RBC എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഓരോ RBCയിലും
270 മില്യൺ ഹീമോഗ്ലോബിൻ ആയിരിക്കും കാണപ്പെടുന്നത്. അതായത് 270 ദശലക്ഷത്തോളം ഹീമോഗ്ലോബിൻ ഓരോ RBCയിലും ഉണ്ടായിരിക്കും. ഇനി അതുപോലെ തന്നെ ഓരോ RBCയും 4 മോളിക്യൂൾസ് ഓഫ് ഓക്സിജനെ കൊണ്ടുപോകും. അതായത് ഒരു ഹീമോഗ്ലോബിൻ എത്ര ഓക്സിജനെ കൊണ്ടുപോകുന്നത്? 4 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ, 4 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ കൊണ്ടുപോകും. അതുപോലെ തന്നെ 4 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും കൊണ്ടുപോകും. അതായത് ഒരു ഹീമോഗ്ലോബിന് 4 മോളിക്യൂൾസ് ഓഫ് ഓക്സിജനും കൊണ്ടുപോകാൻ പറ്റും, 4 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും കൊണ്ടുപോകാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ കൗണ്ട് എന്ന് പറയുന്നത് ഫീമെയിൽസിൽ എന്ന് പറയുന്നത് 12 to 16 gram per DL. DL എന്ന് പറഞ്ഞാൽ ഡെസി ലിറ്റർ എന്നാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 100 ml. അതായത് ഓരോ ഫീമെയിൽസിലും എങ്ങനെയായിരിക്കണം ഹീമോഗ്ലോബിന്റെ കൗണ്ട് എന്ന് പറയുന്നത്? 12 മുതൽ 16 gram per 100 ml ബ്ലഡ് ആയിരിക്കണം. ഇനി അതുപോലെ തന്നെ മെയിൽസിലാണെങ്കിൽ, അത് പുരുഷന്മാരിലാണെങ്കിൽ 14 to 18 gram per 100 ml ആയിരിക്കണം. അതായത് സ്ത്രീകളിലാണെങ്കിൽ 100 ml ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ 12 മുതൽ 16 ഗ്രാം അതിൽ ഉണ്ടാകണം. ഇനി പുരുഷന്മാരിലാണെങ്കിൽ 14 മുതൽ, അവർക്കാണ് കൂടുതൽ വേണ്ടുന്നത്, 14 മുതൽ 18 ഗ്രാം per 100 ml ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട് അല്ലെ? മിക്കവാറും ആൾക്കാർക്കൊക്കെ ഈ ഹീമോഗ്ലോബിന്റെ ഡെഫിഷ്യൻസി ഒക്കെ വരുന്നുണ്ട്. ഹീമോഗ്ലോബിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന തകരാറാണ് അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയും. അതായത് നമ്മുടെ ഹീമോഗ്ലോബിന്റെ ഒക്കെ കൗണ്ട് കുറയുമ്പോൾ RBCയുടെ കൗണ്ട് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് കുറയും. നമ്മുടെ എനർജി പ്രൊഡക്ഷൻ ഒക്കെ ലോ ആകും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അനീമിയ എന്ന് വിളിക്കും. അപ്പൊ ഈ അനീമിയ ഉണ്ടാകാനുള്ള കാരണം നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു, ഹീമോഗ്ലോബിനകത്തില് ഹീം അല്ലെങ്കിൽ അയൺ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്തിൽ അയണിന്റെ കണ്ടന്റ് കുറവാണെങ്കിൽ എന്ത് വരാം? നമുക്ക് അനീമിയ വരാം. അപ്പൊ അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ലീഫി വെജിറ്റബിൾസിനകത്തിലൊക്കെ ധാരാളമായിട്ട് എന്തുകൊണ്ട്? അയൺ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അയൺ അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക. അങ്ങനെ അനീമിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷനെ അത് ബാധിക്കും. കാരണം ഹീമോഗ്ലോബിനകത്തിൽ എന്തുണ്ട്? അയൺ ഉണ്ട്, ഹീം ഉണ്ട് അല്ലെ? ഇനി ഹീമോഗ്ലോബിന്റെ പ്രൊഡക്ഷൻ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് RBCയുടെ പ്രൊഡക്ഷനെയും എന്ത് ചെയ്യും? അഫക്ട് ചെയ്യും. RBCയുടെ പ്രൊഡക്ഷനും കുറയും. അപ്പൊ ഇപ്പൊ ഈ ഹീമോഗ്ലോബിന്റെ അളവൊക്കെ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സെല്ലിലേക്കൊക്കെ ഓക്സിജൻ ഒക്കെ എത്തുന്ന അളവും കുറയും. അപ്പൊ എനർജി പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? കുറയും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക? അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കുക. പ്രത്യേകിച്ചും ലീഫി വെജിറ്റബിൾസ് ധാരാളമായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് എന്തിനെ തടയാം? അനീമിയെ തടയാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് സെല്ലുലാർ റെസ്പിറേഷൻ, കോശസ്, എനർജി പ്രൊഡക്ഷൻ പറഞ്ഞു. അതുപോലെ തന്നെ ഹീമോഗ്ലോബിന്റെ പെക്യൂലിയാരിറ്റീസ് അല്ലെങ്കിൽ സവിശേഷതകളൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.